പ്രൈസ് ലോർഡ്. പ്രിയപ്പെട്ടവരെ, തിരുസഭ 2033 മഹാജൂബിലിക്കാട് ഒരുങ്ങിയാണ്. മഹാജൂബിലിക്ക് മുമ്പ് യേശുവിൻ്റെ വലിയ സ്വപ്നമായ നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. അതെ, ലോകമെങ്ങുമുള്ള യേശുവിൻ്റെ സുവിശേഷ പേരയ്ക്ക് തുടക്കമിടുവാൻ, അത് വീണ്ടും കത്തിച്ചൊലിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇപ്രാവശ്യം മിഷൻ വാരിയേഴ്സ് പ്രോഗ്രാം ക്രമീകരിച്ചത്. ദൈവകൃപയാൽ ആ ദർശനം ഏറ്റെടുത്തുകൊണ്ട് എല്ലാ ജനതകളെയും സ്നേഹിച്ച് അവർക്ക് യേശുവിനെ കൊടുക്കുവാൻ, എല്ലാവരെയും അന്ത്യവിധിനാളിൽ യേശുവിനോടൊപ്പം ദൈവത്തോടൊപ്പം കാണുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു, പ്രവർത്തിക്കുന്നു. ഈ കളത്തിപ്പടി വഴി KK റോഡിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാലുള്ള അവസ്ഥ എന്തായിരിക്കും? ഒരു ജാഥ പോയി കഴിഞ്ഞാലുള്ള അവസ്ഥ എന്തായിരിക്കും? അത്രമാത്രം ആളുകൾ ഈ വചനകൂടാരത്തിൽ ഏക മനസ്സോടെ ഇവിടെ ഇരുന്ന് ദൈവത്തിൻ്റെ മുമ്പിലിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. ശക്തി സ്വീകരിക്കുവാനായിട്ട്, കൃപ സ്വീകരിക്കുവാനായിട്ട് ഒരുക്കത്തിൻ്റെ ദിവസങ്ങളാണ്. ഈ 3-4 ദിവസങ്ങൾ കഴിഞ്ഞ് ദൈവത്തിൽ നിന്ന് കൃപ സ്വീകരിച്ചുകൊണ്ട് നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കത്തി ജ്വലിക്കുന്ന, കർത്താവിന് വേണ്ടിയിട്ട് ജ്വലിക്കുന്ന തീപന്തങ്ങളായിട്ട് ഓരോരുത്തരും മാറണം. ശക്തിയുടെ കേന്ദ്രമാണ് ഇപ്പോൾ നമ്മൾ ആയിരിക്കുന്ന ഈ സ്ഥലമെന്ന് പറയുന്നത്. മറ്റൊന്നുകൊണ്ടുമല്ല, ദൈവത്തിൻ്റെ പ്രവൃത്തി കൊണ്ടാണ്. ഈ രാജ്യത്തിൻ്റെ, ദേശത്തിൻ്റെ, നാടിൻ്റെ പല ദിക്കുകളിൽ നിന്ന് തമ്പുരാൻ നമ്മളെ ഒരുമിച്ച് കൂട്ടിയെങ്കിൽ ദൈവത്തിന് മഹത്തായൊരു പദ്ധതിയുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരസ്പരം തൊട്ടുകൊണ്ട് എല്ലാവരും ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. മുഖത്ത് നോക്കി ചിരിച്ചിട്ടൊരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. അപ്പോൾ ദൈവം നമ്മളെ ഈ വചനകൂടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നുവെങ്കിൽ സ്വർഗം ആഗ്രഹിക്കുന്ന ഒരു പദ്ധതിയുണ്ട്. ഈ ദിവസങ്ങളിൽ അതിനെക്കുറിച്ച് ധ്യാനിച്ച് പ്രാർത്ഥിച്ച് ആ അറിവിൻ്റെ പൂർണ്ണതയിലേക്ക് കടന്ന് ഈ ധ്യാനവും കഴിഞ്ഞ് മടങ്ങുമ്പോൾ ദൈവം കൊളുത്തിയ തീയായിട്ട് ഓരോ ശുശ്രൂഷകയും മാറണം. ഒന്ന് ചിന്തിച്ച് നോക്കിക്കേൻ, ഇവിടെ ഇരിക്കുന്ന ഈ 300-ൽ പരം ആളുകൾ ദൈവത്താൽ കൊളുത്തപ്പെട്ട തീയായിട്ട് രാജ്യങ്ങളിലേക്ക്, ദേശങ്ങളിലേക്ക്, ദിക്കുകളിലേക്ക്, സംസ്ഥാനങ്ങളിലേക്ക് ഇറങ്ങി പുറപ്പെടുമ്പോൾ എന്താ സംഭവിക്കുക? ദൈവത്തിൻ്റെ അഗ്നി ഇറങ്ങും. ശക്തമായിട്ട് കരങ്ങളടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ കൊണ്ടുപോകുന്ന തീയുമായിട്ട് ദേശങ്ങളിലേക്ക്, നാടുകളിലേക്ക്, രാജ്യങ്ങളിലേക്ക്, വൻകരകളിലേക്ക് നിങ്ങൾ കടന്നു ചെല്ലുമ്പോൾ ഏലിയ പ്രാർത്ഥിച്ചതുപോലെ സ്വർഗത്തിൽ നിന്ന്, ആകാശത്തിൽ നിന്ന് അഗ്നി ഇറങ്ങും. പിന്നെ അങ്ങോട്ടുള്ളത് ദൈവത്തിൻ്റെ പദ്ധതികളായിരിക്കും. കാരണം വചനം പറയുന്നു, പേടിക്കേണ്ട. നിങ്ങൾ സുവിശേഷം വായിച്ചത് കേട്ടോ? എന്താ കേട്ടെ?
ആരും ഭയപ്പെടേണ്ട. കർത്താവ് പറയുകയാ ഓരോ ശുശ്രൂഷകനോടും ശുശ്രൂഷകയോടും ഈ അനുഗ്രഹിക്കപ്പെട്ട സമയത്തിൽ തമ്പുരാൻ പറയുന്നത് ഈ ഒരു കാര്യമാ, ഭയപ്പെടേണ്ട. ഹല്ലേലൂയ. പരസ്പരം തൊട്ടുകൊണ്ടൊരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഭയപ്പെടേണ്ട. ഇവിടെ ഇരിക്കുന്ന പലരും ഒരു പക്ഷെ ചോദിച്ചേക്കാം, ഞങ്ങൾക്ക് ഭയമൊന്നുമില്ല. ഒരു പക്ഷേ പലരും പറഞ്ഞേക്കാം, ഭയമൊന്നുമില്ല എന്ന്. ചിന്തിച്ചു നോക്കുക. ഈശോ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. വചനത്തിൻ്റെ തുടക്കത്തിലെ കർത്താവ് പറഞ്ഞു വെച്ചു, എൻ്റെ സ്നേഹിതരെ, നിങ്ങളുടെ ശരീരത്തെ കൊല്ലും എന്നതിനേക്കാൾ അപ്പുറമായിട്ട് ഒന്നും ചെയ്യാൻ കഴിയാത്തവരെ നിങ്ങൾ ഭയപ്പെടേണ്ട. ഭയത്തിൽ നിന്ന് പുറത്തേക്ക് കടന്നു വരുവാനായിട്ട് ഈശോ ആവശ്യപ്പെടുകയാണ്. ഭയമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭയമില്ല എന്ന് ഉത്തരം പറയുകയാണെങ്കിൽ അടുത്ത സെക്കൻഡിൽ ഞാൻ പറയും ഭയമില്ല എങ്കിൽ ഏലിയ പ്രാർത്ഥിച്ചതുപോലെ ഇത്രയും പേര് ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങും. കാരണം നമ്മുടെയൊക്കെ ശുശ്രൂഷകൾ എന്ന് പറയുന്നത് ഇന്ന് പലപ്പോഴും പ്രവാചക ശുശ്രൂഷകളായിട്ട് മാറുന്നില്ല. ഓരോ ശുശ്രൂഷകയെയും കർത്താവ് വിളിച്ചു വേർതിരിച്ചിരിക്കുന്നത് ഒരു പ്രവാചക ദൗത്യവുമായിട്ടാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരസ്പരം തൊട്ടുകൊണ്ടൊരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. ഇപ്പോൾ പലരുടെയും കണ്ണുകൾ എന്നോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. കർത്താവ് പ്രവാചക ദൗത്യവുമായിട്ട് ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളെയും അവൻ തെരഞ്ഞെടുത്ത് വിളിച്ച് ഈ വചനകൂടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നത്. എന്താ ഈ പ്രവാചക ദൗത്യം? ഈ പ്രവാചക ദൗത്യത്തോടെ ധീരതയോടെ ശുശ്രൂഷ ചെയ്യണമെങ്കിൽ ഈശോ പറഞ്ഞതുപോലെ ഭയത്തിൽ നിന്ന് പുറത്തേക്ക് കടക്കണം. ഇന്നത്തെ ശുശ്രൂഷകൾ മാറ്റുരയ്ക്കപ്പെട്ട് കഴിയുമ്പോൾ 22 ക്യാരറ്റ് ഉള്ളതാണോ 916 പ്യൂരിറ്റി ഉണ്ടോ എന്ന് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കണം. ഒരു വിധത്തിലല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ശുശ്രൂഷകൾ ചെയ്ത് കടന്നു പോകുന്നവരാ നമ്മൾ ഓരോരുത്തരും. ഒന്ന് ചിന്തിച്ച് നോക്കിക്കേൻ. എൻ്റെ ശുശ്രൂഷയെ ഒന്ന് മാറ്റുരച്ച് നോക്കുമ്പോൾ ഇന്നത്തെ എൻ്റെ ശുശ്രൂഷയുടെ അകക്കാമ്പ് എന്താണ്? ശുശ്രൂഷയുടെ അകക്കാമ്പ് പലപ്പോഴും എന്താ? ശുശ്രൂഷകൾ ഇന്ന് ഒരു സൈഡ് ബിസിനസ്സായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. പരസ്പരം തൊട്ടുകൊണ്ട് എല്ലാവരും ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നത്തെ ശുശ്രൂഷകൾ പലപ്പോഴും സൈഡ് ബിസിനസ്സായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. കർത്താവ് ഒരു വശത്ത്, ഞാൻ ഈ വശത്ത്, എൻ്റെ അങ്ങേ വശത്ത് വേറെ കുറേ പരിപാടികൾ. ശുശ്രൂഷകൾ സൈഡ് ബിസിനസ്സായിട്ട് മാറുമ്പോഴാ ശുശ്രൂഷകളിൽ ഈ പറഞ്ഞതുപോലെ ഒരു തീ കത്തലില്ലാതായിട്ട് മാറുന്നത്. ഇന്ന് പലപ്പോഴും ഓരോ ശുശ്രൂഷകയെയും ഭരിക്കുന്നത് ആകുല ചിന്തകളാ. ഈ ലോകത്തിൻ്റെ ചിന്തകളാ, ഈ ലോകത്തെക്കുറിച്ചുള്ള ചിന്തകളാ, ഈ ലോകത്തെക്കുറിച്ചുള്ള സ്വപ്നങ്ങളാ, ഈ ലോകത്തെക്കുറിച്ചുള്ള ആകുല ചിന്തകൾ ഭരിക്കുന്നത് കൊണ്ട് പലപ്പോഴും ശുശ്രൂഷകളിലേക്ക് പൂർണ്ണമായിട്ട് ഇറങ്ങിച്ചെല്ലാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഈശോ തൻ്റെ ശിഷ്യന്മാരോട്, തൻ്റെ ചുറ്റും കൂടി നിന്നവരോട് അവൻ പറഞ്ഞു, സ്നേഹിതരെ എന്ന് വിളിച്ചിട്ടാ കർത്താവ് അവരോട് പറഞ്ഞത്, നിങ്ങൾ ഭയപ്പെടേണ്ട. ഹല്ലേലൂയ. ശക്തമായിട്ടൊന്ന് കരങ്ങളടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ. സ്നേഹിതരെ എന്ന് വിളിച്ചിട്ട കർത്താവ് അവരോട് പറഞ്ഞത്, നിങ്ങൾ ഭയപ്പെടേണ്ട. സ്നേഹിതരാണ് എങ്കിൽ ഈശോ പറയുന്നു, നിങ്ങൾ സ്വാതന്ത്ര്യത്തിലേക്ക് വിളിക്കപ്പെട്ടവരാ.
യോഹന്നാന്റെ സുവിശേഷം 8-ാമത്തെ അധ്യായം 36-ാമത്തെ വചനം, പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയെങ്കിൽ indeed you are free when the Son of Man sets you free. പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയെങ്കിൽ നിങ്ങൾ സ്വതന്ത്രരാ. സ്വാതന്ത്ര്യത്തോടു കൂടിയിട്ട് എത്ര പേരെന്ന് ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. ഞാനടക്കം എല്ലാവർക്കും ചിന്തിക്കുവാനുള്ളൊരവസരമാണ്. സ്വാതന്ത്ര്യത്തോടെ പ്രാർത്ഥിക്കുവാനായിട്ട്, സ്വാതന്ത്ര്യത്തോടെ ഇറങ്ങിച്ചെല്ലുവാനായിട്ട്, സ്വാതന്ത്ര്യത്തോടെ വചനം പറയുവാനായിട്ട് ഇന്ന് എത്ര പേർക്ക് സാധിക്കുന്നുണ്ട് എന്ന് നമ്മളൊന്ന് മനസ്സിരുത്തി ചിന്തിക്കണം. അതിനൊരു ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ പിന്നെ അങ്ങോട്ട് കത്തുന്ന തീപ്പന്തങ്ങളായിട്ട് നമ്മൾ ഓരോരുത്തരും മാറും. ഈശോ വിളിക്കുകയാ ഈ സ്വാതന്ത്ര്യം തരുവാനായിട്ട് സ്നേഹിതരേ എന്ന്. സൈഡ് ബിസിനസ്സിന് വേണ്ടിയിട്ടല്ല ഈശോ വിളിക്കുന്നത്, കൂട്ടുകൂടുവാനാ, ഈശോയോട് ഒപ്പം നടക്കുവാനാ. ശുശ്രൂഷകളെ നമുക്കൊന്ന് എടുത്തു നോക്കാം. ഇന്ന് എൻ്റെ ശുശ്രൂഷ എന്ന് പറയുന്നത് ദൈവത്തോട് കൂട്ടുചേർന്നുള്ളൊരു ശുശ്രൂഷയാണ് എങ്കിൽ ആ ശുശ്രൂഷ ഏലിയ പ്രവാചകൻ്റെ ശുശ്രൂഷ പോലെ പ്രവാചക ശുശ്രൂഷയായിട്ട് മാറും. കത്തിജ്വലിക്കുന്ന തീഷ്ണതയുള്ള ശുശ്രൂഷയായിട്ട് മാറും. ഹല്ലേലൂയ. ശക്തമായിട്ടൊന്ന് കരങ്ങളടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളെല്ലാവരും കൂട്ടുകൂടുന്നവരാ. ആ കൂട്ടുകൾക്ക് വ്യത്യസ്തങ്ങളായ തലങ്ങളുണ്ട്. കർത്താവുമായിട്ട് all the people or the evangelizers are called to make an intimate relationship with Christ the Lord. ദൈവവുമായിട്ട്, കർത്താവുമായിട്ട് ഒരു ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പ് സ്ഥാപിക്കുവാനായിട്ട് വിളിക്കപ്പെട്ടവരാ. നമുക്കൊന്ന് ചിന്തിക്കാം, ഇന്ന് ഈശോയുമായിട്ടുള്ള എൻ്റെ ബന്ധം എന്താ? ഹല്ലേലൂയ. പരസ്പരം തൊട്ടുകൊണ്ടൊരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ കർത്താവുമായിട്ടുള്ള എൻ്റെ ബന്ധം അങ്ങ് ശരിയായി കഴിഞ്ഞാൽ, മൂടുപടലങ്ങളില്ലാത്ത ശുശ്രൂഷയായി മാറിക്കഴിഞ്ഞാൽ, മനസ്സ് തുറന്ന് കർത്താവിനോട് സംസാരിച്ചു കൊണ്ട് ശുശ്രൂഷ മേഖലയിലേക്ക് ഇറങ്ങുവാനായിട്ട് സാധിക്കുമെങ്കിൽ ആ ശുശ്രൂഷയ പ്രവാചക ധീരതയോടെയുള്ള ശുശ്രൂഷ എന്ന് പറയുക. പലപ്പോഴും ശുശ്രൂഷകളിലേക്ക് നമ്മൾ കടന്നു ചെല്ലുന്നത് മൂടുപടലങ്ങളോടെയാ, മറയുമായിട്ടാ. എനിക്കും കർത്താവിനും തമ്മിൽ അതാ ഒരു വലിയ മറയാ, അന്തരമാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തമായിട്ടൊന്ന് കരങ്ങളടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നല്ല തീരുമാനങ്ങൾ എടുക്കേണ്ട ദിവസങ്ങളിലൂടെയാ നമ്മൾ കടന്നു പോകുന്നത്. രാജാക്കന്മാർ 1 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ 17-ാമത്തെ അധ്യായത്തിൽ 2-3 വചനങ്ങൾ നമ്മൾ കാണുകയാ. ഏലിയ പ്രവാചകനോട് കർത്താവ് പറയുന്നു, നീ ജോർദാൻ്റെ കിഴക്ക് വശത്തുള്ള നദീതീരത്തേക്ക് കടന്നു ചെല്ലണം. കെരീത്ത് അരുവിക്ക് സമീപം നീ ഒളിച്ച് താമസിക്കണം. ഇവിടെ യഥാ വലിയ ക്ഷാമമുണ്ടാകാനായിട്ട് പോകുകയാ. ക്ഷാമമുണ്ടാകുമ്പോൾ നീ എന്ത് ചെയ്യണം? നീ വെള്ളം കുടിക്കേണ്ടത് ആ അരുവിയിൽ നിന്ന്. നിനക്ക് ഭക്ഷണം തരുവാനായിട്ട് ഞാനതാ കാക്കകളോട് പറയും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രവാചകനോട് ദൈവം സംസാരിക്കുകയാ. കെരീത്ത് തടാകത്തിന് അരുവിക്കരികിൽ പോയി താമസിക്കുവാനായിട്ട് ഏലിയ പ്രവാചകനെ കർത്താവ് പറഞ്ഞു വിടുന്നു. എന്നിട്ട് ഏലിയായോട് കർത്താവ് പറയുകയാ, നീ ആ തടാകത്തിൽ നിന്ന് വെള്ളം കുടിക്കണം. നിനക്ക് ദാഹിക്കുമ്പോൾ നിനക്ക് ഭക്ഷിക്കുവാനായിട്ട് കാലത്തും വൈകിട്ടും ഞാൻ കാക്കകളോട് പറഞ്ഞിട്ടുണ്ട്. ഭക്ഷണവുമായിട്ട് ആ കാക്കകൾ നിന്നെ തേടി വരും. ദൈവത്തോട് കൂട്ടുചേരുന്നവരോട് ദൈവം സംസാരിക്കും. ശുശ്രൂഷ മേഖലകളിൽ കർത്താവ് സംസാരിക്കും. നടന്നു പോകുന്ന വഴികളിൽ ദൈവം സംസാരിക്കും. ദൈവം ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തും. ശക്തമായിട്ട് കരങ്ങളടിച്ച് കർത്താവ് നന്ദി പറഞ്ഞേ. കരങ്ങൾ ഉയർത്തിയടിച്ചേ. ഹല്ലേലൂയ,
ഹല്ലേലൂയ. അപ്പൊ ദൈവത്തോട് കൂട്ടുചേർന്ന് കഴിഞ്ഞാൽ ശുശ്രൂഷ എന്ന് പറയുന്നത് ദൈവത്തോട് മൂടുപടലങ്ങളില്ലാതെ കൂട്ടുചേരുന്ന അവസ്ഥയായിരിക്കണം. കൂട്ടുചേർന്ന് കഴിഞ്ഞാൽ ദൈവം സംസാരിക്കും. എന്താണ് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടതെന്ന്. ഈ ശുശ്രൂഷ എന്ന് പറയുന്നത് എൻ്റെ ബുദ്ധിക്ക് ഉള്ളിൽ ഉദിച്ച ശുശ്രൂഷയല്ല, എൻ്റെ ഭാവനയിൽ ഞാൻ മെനഞ്ഞെടുത്തതല്ല. ഒരു വിധത്തിലല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ നമ്മളെല്ലാവരും വചന ശുശ്രൂഷ ചെയ്യുന്നവരാ. 2000 വർഷങ്ങൾക്ക് മുമ്പ് ജെറൂസലേമിലൂടെയും ഗലീലയിലൂടെയും കഫർനാമിലൂടെയും ജെറൂസലേമിലൂടെയും വചനം പറഞ്ഞ് നടന്നു പോയവൻ പ്രത്യേകമായിട്ട് തെരഞ്ഞെടുത്ത് അവനാൽ വിളിക്കപ്പെട്ടവരാ നമ്മൾ ഓരോരുത്തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിളിക്കപ്പെട്ടുവെങ്കിൽ അവനോട് കൂട്ടുചേരുവാനായിട്ട് വിളിക്കപ്പെട്ടവരാ. മൂടുപടലങ്ങളില്ലാതെ സൈഡ് ബിസിനസ് അല്ല ഈ ശുശ്രൂഷ എന്ന് പറയുന്നത്. പേരെടുക്കുവാനുള്ളതല്ല, അംഗീകാരങ്ങൾ കിട്ടുവാനുള്ളതല്ല, ബഹുമതികൾ കിട്ടുവാനുള്ളതല്ല. നേരെ മറിച്ച് ഇത് ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷയാ, കർത്താവ് ഏൽപ്പിച്ച ശുശ്രൂഷയാ. ആ ശുശ്രൂഷ തീഷ്ണതയോടെ ചെയ്യണമെങ്കിൽ അവനോട് കൂട്ടുചേരണം. മൂടുപടലങ്ങളില്ലാതെ അവനോട് കൂട്ടുചേരുന്നവർക്ക് നൽകപ്പെടുന്നത് പ്രവാചക ധീരതയാ. പ്രവാചകന്മാരോട് ദൈവം സംസാരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരസ്പരം തൊട്ടുകൊണ്ടൊരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രവാചക ധീരതയോടെ ശുശ്രൂഷ ചെയ്യുമ്പോൾ ശുശ്രൂഷയുടെ ഓരോ തലങ്ങൾ എന്ന് പറയുന്നത് ദൈവം സംസാരിച്ച് കർത്താവ് കൊണ്ടുപോകുന്നതായിരിക്കും. നമ്മൾ കാണുന്നു ഏലിയ പ്രവാചകനെ കെറീത്ത് അരുവിക്ക് സമീപം തീറ്റിപ്പോറ്റുന്ന ദൈവം ഒരുക്കുന്ന ശുശ്രൂഷയായിരുന്നു. വീണ്ടും പ്രവാചകൻ അത് കഴിഞ്ഞ് സെറാഫത്തിലേക്ക് കടന്നു ചെല്ലുന്നു. പ്രവാചകൻ കടന്നു ചെന്ന് വരൾച്ചയുടെ കാലഘട്ടത്തിൽ അതാ അവനൊരു വിധവയെ സമീപിക്കുമ്പോൾ വിധവയുടെ ജീവിതത്തെ, വിധവയുടെ കുടുംബത്തെ കർത്താവ് അനുഗ്രഹിക്കുകയാ. നിറവിൻ്റെ ഒരു വലിയ അനുഭവം പ്രവാചകൻ കടന്നു ചെല്ലുമ്പോൾ അവിടെ ഉണ്ടാകുകയാ. പ്രവാചക ധീരതയോടെ ആര് ശുശ്രൂഷ ചെയ്യുന്നുവോ അവർ കടന്നു ചെല്ലുന്ന സ്ഥലങ്ങളിൽ ഇതേപോലെ നിറവിൻ്റെ, അനുഗ്രഹത്തിൻ്റെ, വിടുതലിൻ്റെ, കൃപയുടെ, അഭിഷേകത്തിൻ്റെ ശുശ്രൂഷകളായിരിക്കും. ശക്തമായിട്ട് കരങ്ങളടിച്ച് കർത്താവ് നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ പ്രവാചക ധീരതയോടെയാണ് ശുശ്രൂഷയെങ്കിൽ കടന്നു ചെല്ലുന്ന സ്ഥലങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെടും. നിറവിൻ്റെ അനുഭവമായിരിക്കും, സന്തോഷമായിരിക്കും. നമ്മൾ കടന്നു പോകുന്ന വഴികൾ ഒരു പക്ഷേ വരണ്ടതായിരിക്കാം, ജലമില്ലാത്തതായിരിക്കാം, ഡ്രൗട്ടുള്ളതായിരിക്കാം, വേദനകൾ നിറഞ്ഞതായിരിക്കാം. പക്ഷേ പ്രവാചകൻ കടന്നു പോകുമ്പോൾ അവിടെ ഒരു കുളിർത്തന്നൽ വീശും. There will be a breeze. Just like Elijah experienced the presence of God. അതേപോലെ ഒരു കുളിർത്തന്നൽ അവിടെ വീശും. ദൈവത്തിൻ്റെ സാന്നിധ്യം, നിറവിൻ്റെ അനുഭവം ഉണ്ടാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ പ്രവാചകൻ കടന്നു ചെല്ലുന്ന സ്ഥലങ്ങൾ ഇതേപോലെ അനുഗ്രഹിക്കപ്പെട്ടതായിട്ട് മാറും. നമുക്കും പ്രാർത്ഥിക്കാം. ഈ ശുശ്രൂഷ കഴിഞ്ഞ് ഞാൻ മടങ്ങി പോകുമ്പോൾ ഈ ശുശ്രൂഷ എന്നുള്ളത് ഇതേപോലെ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയായിട്ട് മാറണം. പ്രവാചക ധീരതയോടെ ശുശ്രൂഷ ചെയ്യുന്നതായിട്ട് മാറണം. വീണ്ടും 18-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നു, ഏലിയ പ്രവാചകൻ നടന്നു പോകുന്നു. അതാ മലമുകളിലെത്തി ഏലിയ പ്രവാചകൻ ഒരു ദേശത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഇരുന്ന് പ്രാർത്ഥിക്കുന്നവർ ശ്രദ്ധിച്ച് കേൾക്കണം. ഏലിയ പ്രവാചകൻ അതാ ഒരു ദേശത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയാണ്. ആ ദേശത്തിലുള്ളവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയാ. അന്യദൈവങ്ങളുടെ പുറകെ പോകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാ. വിടുതലിനായിട്ട് പ്രവാചകൻ പ്രാർത്ഥിക്കുന്നു. അവൻ്റെ പ്രാർത്ഥനകൾ ഉയരുമ്പോൾ ദൈവത്തിൻ്റെ അഗ്നി ഇറങ്ങുകയാ. പ്രവാചകൻ പ്രാർത്ഥിക്കുകയാ, ദൈവമേ അങ്ങ് എന്നെ കേൾക്കണമേ,
അങ്ങ് മാത്രമാണ് സത്യദൈവമെന്ന് തിരിച്ചറിയുന്നതിനും ഇവരുടെ ഹൃദയങ്ങളെ അങ്ങ് തിരിച്ചു വിളിക്കുന്നുണ്ടെന്ന് ഇവരറിയുന്നതിനും വേണ്ടി അങ്ങ് എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് ഏലിയ പ്രവാചകൻ പ്രാർത്ഥിച്ച് ആ പ്രാർത്ഥനകൾ ഉയർന്നപ്പോൾ പ്രഭാഷകന്റെ പുസ്തകം 48 നമ്മൾ വായിക്കുന്നത് പോലെ 3-ാമത്തെ വചനം, ആകാശകവാടങ്ങൾ തുറന്ന് അഗ്നിയിറങ്ങി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തമായിട്ടൊന്ന് കരങ്ങളടിച്ച് കർത്താവ് നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഇന്ന് മുതൽ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് കടന്നു പോകുന്നവർ ഇതേപോലെ തീഷ്ണതയുള്ളവരായിരിക്കണം, കത്തിജ്വലിക്കുന്നവരായിരിക്കണം. നമ്മൾ വസിക്കുന്ന സന്യാസ ഭവനങ്ങൾ, നമ്മുടെ കുടുംബങ്ങൾ, ശുശ്രൂഷ മേഖലകൾ, നമ്മുടെ സാന്നിധ്യം മൂലം ഇതേപോലെ ദൈവത്തിൻ്റെ അഗ്നിയാൽ ജ്വലിക്കണം. ഈ ഒരു വിശ്വാസധീരതയോടെ ശുശ്രൂഷ ചെയ്യുവാനുള്ള കൃപയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തോട് നമുക്ക് കൂട്ടുചേരാം. കർത്താവ് നമ്മുടെ അരികിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ശുശ്രൂഷകളെ തൊടുവാനായിട്ട് അവൻ ആഗ്രഹിക്കുന്നു. തൊട്ടുയർത്തുവാനായിട്ട് അവൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് നമ്മളോട് കൂട്ടുചേരാൻ അവൻ തയ്യാറാ. അവനോട് നമ്മൾ കൂട്ടുകൂടുകയാണെങ്കിൽ വചനത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ ഫിലിപ്പിയർ 4:13, എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്ക് എല്ലാം ചെയ്യാനായിട്ട് സാധിക്കും.